നമസ്തേ. 25-ാം ദിവസത്തെ രാമായണ പാരായണത്തിൻ്റെ സംക്ഷിപ്ത രൂപം നമുക്ക് നോക്കാം. വീണ്ടും രാവണൻ മുഖ്യ രാക്ഷസന്മാരുമായി യുദ്ധത്തിനെത്തുകയാണ്. വിഭീഷണൻ ഇവരെയെല്ലാം രാമന് വിവരങ്ങൾ നൽകുന്നു. രാവണനും ലക്ഷ്മണനുമായുള്ള പോരിൽ മയൻ നൽകിയ വേല് ലക്ഷ്മണന്റെ മാറിൽ ഏറ്റു വീഴുകയാണ്. ഇതു കണ്ട് ശ്രീരാമൻ രാവണനോട് യുദ്ധം തുടങ്ങുകയാണ്. ശ്രീരാമന്റെ അമ്പുകളേറ്റ രാവണന്റെ സാരഥി മരിച്ചു വീഴുന്നു. തേരും കൊടിയും കുടയും കുതിരകളും എല്ലാം നഷ്ടപ്പെട്ട രാവണനോട് നീ ലങ്കയിൽ പോയി വിശ്രമിച്ച് ആയുധവാഹനത്തോടെ നാളെ വരാൻ ഭഗവാൻ ആജ്ഞാപിക്കുകയാണ്. ഭയപ്പെട്ട രാവണൻ തിരികെ പോയി ഉറക്കത്തിലാണ്ടിരിക്കുന്ന കുംഭകർണനെ ഉണർത്തി യുദ്ധത്തിന് തന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ കുംഭകർണൻ രാവണനോട് രാമൻ പരമാത്മാവായ മഹാവിഷ്ണുവാണെന്നും രാമനെ ശരണം പ്രാപിച്ചാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് പറയുകയാണ്. ഇതാണ് ഈ ഒരു ഭാഗത്തെ സംക്ഷിപ്ത രൂപത്തിൽ ഉള്ളത്. ഇനി രാമായണ പാരായണത്തിലേക്ക്. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. അംബികാഹൃദയാനന്ദം മാതൃഭിഃ പരിവേഷ്ടിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം. ഗജാനനം ഭൂതഗണാദിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരിഹരസുരവൃന്ദം പോലുമിന്നംബികേ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ. വരമരുളുക വേണം വാണിമാതേ നമുക്കും പരിചിനൊടു പനച്ചിക്കാടമർന്നീടുമമ്മേ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ മൂകാംബികായൈ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അപ്രമേയത്രയാതീത നിർമ്മലജ്ഞാനമൂർത്തയേ മനോഗിരാം വിദൂരായ ദക്ഷിണാമൂർത്തയേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം
ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. നീലാംബുദശ്യാമളകോമളാംഗം സീതാസമാരോപിതവാമഭാഗം പാണൗ മഹാസായകചാരുചാപം നമാമി രാമം രഘുവംശനാഥം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ജയ ശ്രീ ആഞ്ജനേയ സ്വാമിജി കേ ജയ. അധ്യാത്മരാമായണം 25-ാം ദിനം. രാവണൻ്റെ പടപ്പുറപ്പാട്. ആരെയും പോരിന്നയക്കുന്നതിൽ ഇനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക, നമ്മുടെ തേരും വരുത്തുകന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങൾ ആദിയാം ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ.
യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലും അകത്തു കടന്നൊരു ഭാഗമേ. എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലും അകത്തു കടന്നൊരു ഭാഗമേ. പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായികയുമില്ലിതിനേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്ന് ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ വാനരവൃന്ദത്തെ ഇതെയ്തു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരഭയം തരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാർ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോട് പോരിനു മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്തിതന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാൽ അറിക നീ മായയുമുണ്ട് നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യമം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തം ഉറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം. ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടൊരു നേരത്തു വാനരനായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാൻ. ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞു ദുരക്ഷോവരനോടു മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്ത് കപികുലത്താലടോ. നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നൊരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കപീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മയെന്തായതെനിക്കും ഇതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ട് ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു. നമ്മിലിത്തിരി നേരം ഇന്നും പൊരുതീടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും. നീലൻ അന്നേരം കുതികൊണ്ടു രാവണൻ മേലേ കരേറെ കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമൂടു മകുടങ്ങൾ 10 ചാടി ക്രമേണ നൃത്തം തുടങ്ങിയതിനാൻ പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ. പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണൻ എയ്തുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താൻ. അതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാത ചമഞ്ഞതു പോർക്കളം. വില്ലു മുറിച്ചു കളഞ്ഞതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തോരു വേൽ സൗമിത്രി തന്നുടെ മാറിലാം മാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാൻ ആശു ഭാവിച്ചു ദശാനനൻ. കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാലശരീരം ഇളക്കരുതാഞ്ഞിതോ. രാഘവൻ തന്നുടെ ഗൗരവമോർത്തതിലാഘവം പൂണ്ടിതു രാവണവീരനും. കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതിതാനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാതരാൽ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലാ മാറുപൊക്കുമയദത്തമാം ശക്തിയും. ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധവാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ഠമേറിക്കൊണ്ട് നിന്നരുളിക്കൊള്ളുക കുണ്ഠത എന്നിയെ കൊൽക ദശാസ്യനെ. മാരുതി ചൊന്നത് കേട്ടു രഘൂത്തമനാരുഹ്യതൽ കണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ അടുത്ത് കാൺമാൻ കൊതിച്ചേൻ തുലോ. ഇന്നതിന്നാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്ന് ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടെ മുമ്പിലരക്ഷണം നില്ലു നീ.
എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശവക്ത്രനും. ഘോരമായി വന്നിതു പോരും അന്നേരത്തു വാരാന്യധിയും ഇളകിമറിയുന്നു. മാരുതി തന്നെയും എയ്തു മുറിച്ചതു ശൂരനായൊരു നിശാചര നായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതിധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ആലസ്യമായതു ബാണമേറ്റം നേരം പൗലസ്ത്യ ചാപവും വീണിതു ഭൂതലേ. നക്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ട് സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരൂഢതാപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താനാമയം പാരം നിനക്കുണ്ടു മാനസേ. പോയാലും ഇന്ന് ഭയപ്പെടായികേതുമേ, നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും. ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. കാകുൽസ്ഥ വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിത്തുലം. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിത്തുലോം. വേവധുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ. കുംഭകർണന്റെ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാം അർക്കാത്മജനയും രാവണബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോട് പേർത്തും നിജാർത്തികൾ ഓർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുകൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുതാനും അനാരണ്യഭൂവനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജംഭാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം കൊണ്ട് പാതിവ്രത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം. ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലൂ ജയിച്ചുകൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനക്കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നി ഉണർന്നിടുമാറിൽ ഉറങ്ങിത്തുടങ്ങിയിട്ടവനും ഇന്ന് 9 നാളേ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനകദുന്ദുഭിമുഖ്യവാദ്യങ്ങളും ആനതേർ കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസിപാഞ്ഞു ആർത്തും ജഗൽക്കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണശ്രവണാന്തരെ. പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂത രോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയും ആനകൾ ജംഭാര്യ വൈരിക്കു കമ്പമില്ലേതുമേ. ജൃംഭാസമാരംഭമോട് ഉണർന്നത് സംഭ്രമിച്ചോടിനാരാശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നേടിനാൻ. ക്രൗവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവൻ എന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൻ അതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിട വാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതും. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനാൻ ഊഢമോദം നിജ സോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതെല്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ. സോദരി തന്നുടെ നസാകുചങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട് ആരാമസീമ്നി കൊണ്ടെന്നു വെച്ചിടിനേൻ. വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന് വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാൻ അതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ.
മാനവന്മാരെയും വാനരന്മാരെയും കൊന്ന് നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ടു ചൊന്നാൻ കുംഭകർണനും, നന്നു നന്നെത്രയും നല്ലതേ നല്ലു കേൾ, നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും, നന്നു നന്നെത്രയും നല്ലതേ നല്ലു കേൾ, നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിനു കോപിച്ചു നീ, ആട്ടിക്കളഞ്ഞത് നന്നു നന്നോർത്തു കാൺ, നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം, അതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാദി ഭേദങ്ങളും നാലുപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതും ഒക്കെ നിരൂപിച്ചു പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൂരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാൽ അത് കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്വഹം ആത്മാഭിമാനവും ഭാവിച്ചു. മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലത് കാകോളമെന്നത് ചൊല്ലുവോരല്ലൽ വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടേടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചു പോം. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചു പോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാധി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായി അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു വെളിശം ഗ്രസിക്കയാൽ. ആഗ്രഹം ഒന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാൻ ആപതല്ലാതെ വണ്ണം വരും. ആഗ്രഹം ഒന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാൻ ആപതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതല്ലെന്നറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലും ഒന്നിങ്കലൊരുത്തൻ അഭിരുചി. പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതും അതിൻ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനും ഓർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നിതീശ്വരകൽപ്പിതമാർക്കും തടുക്കാവതല്ലല്ലോ. ഈശ്വരകൽപ്പിതമാർക്കും തടുക്കാവതല്ലല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാ ജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുകന്നിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തതോരാഞ്ഞതും. ഞാൻ ഒരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്ത് നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായതെന്നാദരവോടരുൾ ചെയ്യുക മഹാമുനി. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോട് സാദരം ചൊന്നാനുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു. സങ്കടമൊക്കവേ ത്രൈലോക്യകണ്ഠകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടും ഇതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞിതു. മർത്യനാൽ എന്നേ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്ന ഭവാൻ ഇനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ.
മർത്യനായി തന്നെ പിറന്നു ഭവാൻ, ഇനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യായാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്ത തീർത്തിയിടുവനി ത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നുടെ ശക്തിയോടും കൂടി രാമനായി വന്നതും. നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും. രാമൻ പരബ്രഹ്മമായ സനാതനൻ, കോമളൻ ഇന്ദീവരദള ശ്യാമളൻ. മായാമനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവെടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലക്കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും. രാമാവതാര സമമല്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ, മാനുഷാകാരനാം രാമനാകുന്നതും. താരക ബ്രഹ്മം എന്നത്രേ ചൊല്ലുന്നതും. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു. രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടുകണ്ടച്യുതനോട് സായുജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദേ ലയിക്കും നിതന്വകം, മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ. നീയും ഭജിച്ചുകൊള്ളുകാനന്ദമൂർത്തിയെ. മായാവിമോഹങ്ങൾ എല്ലാം കളഞ്ഞുടൻ, നീയും ഭജിച്ചുകൊള്ളുകാനന്ദമൂർത്തിയെ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ഓം ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ഓം ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം. ബാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം. കൃത്വാ രാവണകുംഭകർണനിധനം സമ്പൂർണരാമായണം. കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലത കൊണ്ടിതാനീം. എല്ലാം പൊറുത്തു മമ സങ്കടമാശു തീർപ്പാൻ വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്രം ഭജേ. മംഗളം ഭഗവാൻ വിഷ്ണോർമംഗളം മധുസൂദന. മംഗളം പുണ്ടരീകാക്ഷോ മംഗളം ഗരുഡധ്വജ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാംബുധേ. ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം. വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കായേന വാചാ മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ശ്രീമന്നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. ഓം സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം